പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അലനെയും താഹയെയും അറസ്റ്റ് ചെയ്തിട്ട് നിരവധി മാസങ്ങളായി. അവരെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കാനുള്ളത് അവരുടെ അറസ്റ്റിൻ്റെ കാരണത്തെക്കുറിച്ചും അതുപോലെ അവരെ മോചിപ്പിക്കാൻ എന്താണ് അസാധ്യമായി തീർന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അലനെയും താഹയെയും അറസ്റ്റ് ചെയ്തതിന് കാരണമായി പറയുന്നത് അവർ മാവോയിസ്റ്റ് ലഘുലേഖകൾ കയ്യിൽ വെച്ചു എന്നാണ്. ഒരാൾ മാവോയിസ്റ്റ് ആയിരിക്കുക എന്നതുപോലും കുറ്റകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശ്യാം ബാലകൃഷ്ണൻ്റെയും മറ്റും കേസിലും മറ്റും ഒരാൾ മാവോയിസ്റ്റ് ആയിരിക്കുക കുറ്റകരമല്ല എന്നുള്ളത് ഹൈക്കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു അപജയത്തെയാണ് ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നതെന്നാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തോമസ് ജെഫേഴ്സൺ, അദ്ദേഹം അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ എഴുതിയുണ്ടാക്കിയ ആളാണ്. അമേരിക്കയിൽ ഒരിക്കൽ ഒരു ഡെറ്റേഴ്സ് റിബല്യൻ എന്ന രീതിയിലൊരു റിബല്യൻ ഉണ്ടായി. കടക്കണിയിൽപ്പെട്ട ആളുകൾ കൂട്ടം കൂടി ഒരു സായുധ കലാപം ഉണ്ടാക്കി. ആ സായുധ കലാപം ഉണ്ടാക്കിയപ്പോൾ അന്ന് തോമസ് ജെഫേഴ്സൺ അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞത് അമേരിക്കൻ ജനാധിപത്യത്തിന് ജീവനുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണിതെന്നാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ ഒരു ലഘുലേഖ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞതിന് അറസ്റ്റ് ചെയ്യുകയും UAPA ചുമത്തി ജയിലിലടയ്ക്കുകയും കേസ് NIAക്ക് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ജെഫേഴ്സൻ്റെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ പോലും, ഒരു ലിബറൽ ജനാധിപത്യവാദിയുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ പോലും ഇവിടെ ഇന്ത്യൻ ജനാധിപത്യം മൃതമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇത് സൂചിപ്പിക്കുന്നതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ COVID-19 കടന്നു വരുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണകൂടം അതുവരെ നിലനിന്നിരുന്ന പല അവകാശങ്ങളെയും പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. COVID-19 സാഹചര്യം നമുക്കറിയാം, ഒരു സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ ഭരണകൂടം ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ മുഴുവൻ പിൻവലിക്കുക എന്നാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പൗരത്വ ബില്ലിനെതിരായിട്ട്, അതായത് മതാടിസ്ഥാനത്തിൽ പൗരത്വം പ്രഖ്യാപിക്കുന്നുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായിട്ട് ഇന്ത്യ മുഴുവൻ നടന്ന സമരം, CAAക്കെതിരായിട്ട് നടന്ന ആ സമരങ്ങൾ മുഴുവനും, വ്യാപകമായി നിന്നിരുന്ന ആ സമരങ്ങൾ മുഴുവനും ഒറ്റയടിക്ക് ഒരു ദിവസം അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ആ സമരത്തോട് ബന്ധപ്പെട്ട് ലോകപ്രസിദ്ധമായി തീർന്ന ഷഹീൻ ബാഗ് സമരത്തെ, വളരെയധികം ശ്രദ്ധേയമായി തീർന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ച സമരമായിരുന്നു. ആ സമരത്തെയും ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഈ വിധത്തിൽ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടം വലിയൊരു അടിച്ചമർത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നത്. അത് ആ പ്രതിസന്ധിയോടൊപ്പം തന്നെ പുതിയ സാധ്യതകൾ എന്താണ്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പുതിയ സാധ്യതകൾ, അതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ CAA പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിന് ശേഷം ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ. അതിനുശേഷം ആ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരെയായി, അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, പൊതുപ്രവർത്തകർ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ COVID-19 ബന്ധപ്പെട്ട് UN നിർദ്ദേശമുണ്ട്.
രാഷ്ട്രീയ തടവുകാരെ മുഴുവൻ പുറത്താക്കണം, വിമോചിപ്പിക്കണമെന്ന് UN നിർദ്ദേശിക്കുന്നുണ്ട്. ഈ നിർദ്ദേശത്തിന് നേരെ അവർ കണ്ണടച്ചിരിക്കുകയാണ്. എന്നല്ല, ഇന്ത്യയിൽ സുപ്രീം കോടതി തന്നെയും ജയിലുകളിൽ തടവുകാരുടെ എണ്ണം പരിമിതപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണെന്ന് ആലോചിക്കണം, COVID-19 മറവിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് തനിക്ക് എതിരെ സമരം ചെയ്ത എല്ലാ ജനാധിപത്യവാദികളെയും തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ കുറേ അനുഭവങ്ങൾ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള കുറിച്ചുള്ള പല അനുഭവങ്ങളും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോട്ട് നിരോധനം നടപ്പാക്കിയ സമയത്ത് എങ്ങനെ അധികാരം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കാം എന്നുള്ളതിനൊരു തെളിവായിരുന്നത്. ആരും പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു ദിവസം നോട്ട് നിരോധിക്കുക. അതുപോലെ തന്നെ ആലോചിക്കണം, ലോക്ക്ഡൗൺ പ്രഖ്യാപനം. നനച്ചിരിക്കാതെ, പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു ദിവസം ഇന്ത്യയെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ ഒരാളിൻ്റെ കയ്യിലേക്ക്, ഒരു സ്വേച്ഛാധിപതിയുടെ കയ്യിലേക്ക് എങ്ങനെ ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യാധികാരത്തെ കേന്ദ്രീകരിക്കാം എന്നുള്ളതിന് ഒരു പരീക്ഷണം പോലുമായിരുന്നു ഇത് വേണം കണക്കാക്കാൻ. ഇതാണിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വർത്തമാനം. അതാണ് വാസ്തവം. അതിൽ നമുക്ക് വളരെ വ്യത്യസ്തമായി തോന്നുന്ന ഒരു കാര്യം, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം, ഈ ഒരു അസാധാരണ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഘട്ടം. ഈ സന്ദർഭത്തിലാണ് ജീവിതത്തിന് മാർഗമില്ലാതെ ആയിരക്കണക്കായ കുടിയേറ്റ തൊഴിലാളികൾ ഇന്ത്യൻ വീഥികളിൽ കൂട്ടം കൂടി പ്രയാണം ചെയ്യാൻ തുടങ്ങിയത്. ഇത് പലതരത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഒരു അഫക്റ്റീവായ, വളരെയധികം ഭാവാത്മകമായി പ്രകാശിപ്പിക്കാവുന്ന ഒരു നിശബ്ദ രാഷ്ട്രീയം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടല്ല അവർ പോകുന്നത്. പക്ഷേ അവരുടെ ജീവിതാവസ്ഥ വെളിപ്പെടുത്തുന്നതിലൂടെ അവർ അവരുടെ രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ COVID-19 കാലത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വർത്തമാനത്തെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം എന്ന് തോന്നുന്നു. എന്നത് ഒരു ലക്ഷ്യമായ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എങ്ങനെയാണ് ജനാധിപത്യം പ്രതീക്ഷിക്കുക? അവർ എല്ലാ അവസരവും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളുടെ ജനാധിപത്യാവകാശങ്ങളെ പിൻവലിക്കാം എന്നതിലായിരിക്കും ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്വേഷണം തിരിച്ചുവിടേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ജനാധിപത്യ വിരുദ്ധ ശക്തി എങ്ങനെ ഈ വിധത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തകിടം മറിച്ചു, എങ്ങനെ അവർ അധികാരത്തിലെത്തി എന്നാണ് നമുക്ക് ആലോചിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. അതായത് സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന്, അതിനുശേഷം ഗാന്ധിവധത്തെ തുടർന്ന് ഇന്ത്യൻ ജനത ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ രംഗവേദിയിൽ നിന്ന് തന്നെ ഇവരെ പുറന്തള്ളിയതാണ്. മാത്രമല്ല, നമ്മൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 2 സീറ്റ് നേടിയൊരു കക്ഷിയാണ്. എന്നിട്ട് ഇവരെങ്ങനെ ഈ വിധത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യവാദികളുടെ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇവരോട് അടുത്തു ചെല്ലാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതുകൂടിയാണ്. അല്ല, ഇവരുടെ ശക്തി കൊണ്ട് മാത്രമല്ല അത്, ഇന്ത്യയിലെ ജനങ്ങൾ ഇവരോട് അടുത്തു ചെല്ലാനുള്ള സാഹചര്യം സംജാതമാകുന്നു എന്നതുകൂടിയാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പല ആളുകളും ധരിക്കുക നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികൾക്കും വോട്ട് ചെയ്യുന്ന ജനങ്ങൾ, ആ ജനങ്ങളാണ് കുറ്റക്കാർ എന്ന മട്ടിലുള്ള ഒരു സമീപനമുണ്ട്.
ഇതൊരിക്കലും ജനാധിപത്യത്തിന് ചേരുന്ന ഒരു സമീപനമല്ല. കാരണം ഇന്ത്യയിലെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകളാണ് ഇവരുടെ പിന്നാലെ പോകുന്നത്. മിഷേൽ ഫൂക്കോ പറയുന്നത് പോലെ സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിച്ച്, സ്വന്തം സ്വാതന്ത്ര്യമാണെന്ന് ധരിച്ചിട്ട് അടിമത്തത്തിന് തലവെച്ച് കൊടുക്കാൻ തയ്യാറാവുന്ന ദയനീയ അവസ്ഥയിലാണ് ഇന്ത്യൻ ജനത. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജനതയുടെ കുറ്റമായി കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇന്ത്യൻ ജനതയെ നമുക്ക് പിരിച്ചുവിടാൻ കഴിയുമോ? അതായത് ജർമ്മനിയിൽ പണ്ട് ബെർലിനിൽ 1953 ഒരു തൊഴിലാളി കലാപം ഉണ്ടായി. അന്ന് പാർട്ടി വളരെ ശക്തിയായിട്ട് അവിടെ പാർട്ടി നേതാക്കന്മാരും ഭരണകൂടവും ഒക്കെ വാദിച്ചത് പാർട്ടിയാണ് ശരി, ജനങ്ങൾ തെറ്റാണ് എന്ന മട്ടാണ്. അന്ന് ബെർത്തോട്ട് ബ്രെട്ട് എന്ന് പറയുന്ന മഹാനായ കവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തെറ്റായ ജനങ്ങളാണെങ്കിൽ ആ തെറ്റായ ജനതയെ പിരിച്ചുവിട്ട് നമുക്ക് പുതിയൊരു ജനതയെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവിടെ ആ ഒരു ചോദ്യം ചോദിക്കുകയും അതിൻ്റെ കോൺട്രഡിക്ഷനിൽ നമുക്ക് അകപ്പെടുകയും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്നത് ഇവരാധിപത്യത്തിൽ കയറിയതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും പരിശോധിക്കുന്നത്. എനിക്ക് പ്രധാനമായിട്ട് ഈ സന്ദർഭത്തിൽ ഊന്നി പറയാനുള്ളൊരു കാര്യം അതാണ്. കാരണം BJP-ക്കാരെ അല്ലെങ്കിൽ RSSനെ തന്നെ എങ്ങനെ ആശയപരമായി തോൽപ്പിക്കാം, അവരുമായിട്ട് ഡിബേറ്റ് നടത്തുകയാണ് ഇവിടുത്തെ ജനാധിപത്യവാദികളും ബുദ്ധിജീവികളും എല്ലാം ചെയ്യുന്നത്. ഡിബേറ്റിൽ അവർ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ജനങ്ങളെ ആശയപരമായി അവരുടെ ചിന്തയെ മാറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിജയം നേടാനോ ആർക്കും ഒരിക്കൽ കഴിയുകയില്ല. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രത്യയശാസ്ത്ര മിഥ്യയെ തുറന്നു കാട്ടിയിട്ട്, പ്രത്യയശാസ്ത്രപരമായ മിഥ്യയെ തുറന്നു കാട്ടി സത്യമെടുത്ത് ജനങ്ങളെ കാണിക്കുക. ഇങ്ങനെ സത്യം കാണിക്കുന്നത് കൊണ്ട് ജനങ്ങൾ അവരുടെ ആ മിഥ്യയെ വിട്ട് വരാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഈ പുതിയ ഘട്ടത്തിൽ നാം ആലോചിക്കേണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട പുതിയ മാർഗങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്നാണ് കരുതുന്നത്. കാരണം ആശയപരമായി തുറന്നു കാട്ടി കുറേ ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് കൊടുക്കുക, അതിനൊരു കുറവുമില്ല. അവരുടെ ചിന്താപരമായ അവരെ പ്രബുദ്ധരാക്കുക, ഇങ്ങനെയൊക്കെ തുറന്നു കാണിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ പല ഉദാഹരണങ്ങൾ, ഇപ്പോൾ നോം ചോംസ്കി അമേരിക്കൻ ഭരണകൂടത്തെ തുറന്നു കാട്ടാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ആ തുറന്നു കാട്ടൽ വെച്ചിട്ട് നോക്കിയാൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കേരളത്തെ ജനങ്ങൾ തകിടം മറിക്കാനുള്ള കാലം കഴിഞ്ഞു. എന്തിന്? സ്നോഡൻ അമേരിക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട IT സ്ഥാപനങ്ങളും, അതായത് ഗൂഗിളും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം അടക്കമുള്ള 9-ലേറെ അമേരിക്കൻ സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ, അവരുടെ സെർവറുകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വകുപ്പിന് പുറം വാതിലിലൂടെ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നാണ് സ്നോഡൻ വെളിവാക്കിയിട്ട് എന്തായി? ആ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു കാര്യവും ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ഇത് പറയാൻ കാര്യം, നമ്മൾ ഈ ആശയങ്ങൾ കൊണ്ട് ജനങ്ങളെ മാറ്റുക എന്നതിലല്ല കാര്യമിരിക്കുന്നത്. അവിടെ നമ്മൾ രാഷ്ട്രീയത്തെ സമീപിക്കേണ്ടത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, ജനങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ രാഷ്ട്രീയത്തെ നമ്മൾ ഒരു അഫക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മനുഷ്യരുടെ ഭാവശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൂടി നിൽക്കുന്ന ഒരു ലോകമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം എന്നതിലേക്ക് തിരിയുകയുമാണ് വേണ്ടത്. ഞാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ, ഇന്ത്യൻ ജനതയെ വളരെ കാലമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഘടകങ്ങൾ, അവരുടെ സംഘജീവിതത്തിൻ്റെ ഘടകങ്ങൾ, ഈ മാതിരി പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ വെറും കേവലാശയങ്ങളുടെയും യുക്തിയുടെയും പ്രശ്നങ്ങളെന്ന നിലയിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ ആധുനികതയുടെ ചിന്തകളെന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. പുതിയ വഴികൾ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്
നമ്മുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഈ ഇങ്ങനൊരു അന്വേഷണം നമ്മൾ വേണ്ടി വരുമ്പോൾ, കാരണം പ്രതിസന്ധിയിൽ നിന്നാണല്ലോ നമ്മൾ പുതിയ അന്വേഷണം വേണ്ടി വരുന്നത്. പ്രതിസന്ധി നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇനി ഈ നരേന്ദ്രമോദിയിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടോ എന്ന് പല ജനാധിപത്യവാദികളും ചോദിക്കും. ഇനി ഇപ്പോൾ കുടിയേറ്റ തൊഴിലാളികൾ ഇങ്ങനെ ഇന്ത്യൻ വഴികളിൽ ലക്ഷക്കണക്കായി ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇവരിങ്ങനെ പോകുമ്പോൾ അതിനെപ്പറ്റി അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ചില സൂചനകൾ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, അവരും അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യില്ലേ, പിന്നെ എന്തിനാ അവരുടെ രാഷ്ട്രീയം, ഇതിൻ്റെ വില എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. ശരിയാണ്, അവരടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തേക്കാം, അതിനടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തേക്കാം അവർ. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഈ ജനങ്ങളെ എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അവരിൽ നിന്ന് അകറ്റാനുള്ള വഴി ആശയപ്രചരണത്തിൻ്റേത് മാത്രമായ ഒരു വഴി കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ജീവിതം അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം, അവരുടെ അനുഭവങ്ങളെ നമുക്ക് മാറ്റിയെടുക്കണം, അവരെ ഈ ശത്രു കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നവഫാസിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള മോചനത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ. അതിൽ വളരെ പ്രധാനമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയെക്കുറിച്ചുള്ള ഈ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയുടെ മുഴുവൻ സംസ്കാരത്തിൻ്റെയും അവകാശികൾ എന്ന നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും, അതായത് ഇന്ത്യയുടെ സമസ്ത ഭൂതകാലത്തിൻ്റെയും ഉടമസ്ഥരെന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഒരു മഹാകാരമായി പ്രത്യക്ഷപ്പെടാനും ജനങ്ങളുടെ മുമ്പിൽ പ്രഭ ചൊരിയാനും ഒക്കെയുള്ള ഒരു അവസരം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള അവസരം ഉണ്ടാക്കിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ലിബറൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ഒക്കെയാണ്. പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയെ കാണുന്ന കാഴ്ച, യൂറോപ്യൻസ് ഇന്ത്യയെ കാണുന്ന നേരത്തെ തന്നെ യൂറോപ്യൻ ആന്ത്രപ്പോളജിയുടെയും പ്രത്യേകിച്ചും കൊളോണിയൽ ആന്ത്രപ്പോളജിയുടെയും ആധുനിക യൂറോപ്യൻ ചിന്തയുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അളന്ന്, ആ വിധത്തിൽ യൂറോപ്യൻസ് മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ജനാധിപത്യത്തിന് അവകാശം ഇല്ലാത്ത, സ്വയംഭരണത്തിന് ശേഷിയില്ലാത്ത ഒരു പ്രാകൃത ജനതയാണ് ഇന്ത്യ എന്ന മട്ടിൽ ഇന്ത്യയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. ഇത് വാസ്തവത്തിൽ സാധാരണക്കാരുടെ ജീവിതവുമായി വളരെ വിപരീതമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ അവരുടെ നാടിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണ്, അവരുടെ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും എല്ലാം സ്നേഹിക്കുന്നവരാണ്, അവരുടെ സമുദായങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയാണ് അവരുടെ സംഘജീവിതത്തിൻ്റെ ചട്ടക്കൂടാണ്. ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവരാണ്. ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവരാകുമ്പോൾ നമ്മൾ നടത്തുന്ന ജനാധിപത്യ പുരോഗമന വ്യാഖ്യാനങ്ങളൊക്കെ ഇവരെ വീണ്ടും വീണ്ടും പ്രാകൃതരായി തള്ളിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ നമ്മുടെ ബുദ്ധിജീവികൾ എത്തിച്ചേരുന്നതിനുള്ള ഒട്ടേറെ തെറ്റായ അടിസ്ഥാനങ്ങളുണ്ട്. കാരണം അവർ ഇപ്പോൾ ഇന്ത്യ തന്നെ ഒരു പ്രാകൃത രാജ്യമാണെന്ന് ഇവിടെ ഇന്ത്യയിലെ ഇടതുപക്ഷക്കാരൊക്കെ വിശ്വസിച്ചിരുന്നു. ഇത് 1853 മാർക്സ് എഴുതിയ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ അവർ വിശ്വസിച്ചത് ആ കാലത്ത്. അപ്പോൾ അത് മാർക്സ് തന്നെ അത് പിന്നീട് തിരുത്തി. തൻ്റെ ജീവിതാവസാന കാലത്ത് ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയെക്കുറിച്ചും കിഴക്കൻ ജാവ പോലുള്ള കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ലോകത്തിൻ്റെ പാർശ്വങ്ങളിൽ എന്ന് പറയാവുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്കാണ് മാർക്സ് അവസാന കാലം തിരിഞ്ഞത്. അത് മാർക്സ് ആദ്യകാലത്ത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെയും ഹെഗലിൻ്റെയും ഒക്കെ രചനകളിൽ ഉണ്ടായിരുന്ന
ഒരു യൂറോസെൻട്രിക്കായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത്. ഇന്ത്യ ഒരു പ്രാകൃതമായ, നിശ്ചലമായ, ചരിത്രരഹിതമായ ഒരു നാടാണെന്നും അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ അന്നത്തെ ഗോത്ര സമൂഹങ്ങളുടെ അടിമത്തത്തിൽപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നവരാണെന്നും ഒക്കെയുള്ളൊരു ചിത്രീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് മാർക്സ് അത് തിരുത്തി. മാർക്സിൻ്റെ തിരുത്തലിൽ ഇന്ത്യൻ ജനതയുടെ ശക്തികളെയും കഴിവുകളെയും ഒക്കെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയെക്കുറിച്ച് ഉള്ള ധാരണകൾ ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ ബുദ്ധിജീവികൾക്ക് അത്തരത്തിൽ പിന്നീട് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരത് എടുത്തത് പലപ്പോഴും കൊളോണിയൽ നിർമ്മിതി. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഈ സംഘപരിവാർ തന്നെ ഒരു കൊളോണിയൽ നിർമ്മിതിയാണെന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് കൊളോണിയൽ നിർമ്മിതിയായിരിക്കും എന്നുള്ളതിന് അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗമന ബുദ്ധികൾക്ക് കഴിയുന്നില്ല. കാരണം കൊളോണിയൽ നിർമ്മിതിയാണെന്ന് പറയുമ്പോൾ പോലും അവർ ഇത് ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ തിന്മകളെ മുഴുവൻ ആവാഹിക്കുന്ന ഒരു ശക്തി എന്ന നിലയിലാണ്. കാരണം ഇന്ത്യ ഒരു തിന്മകൾ നിറഞ്ഞ രാജ്യമാണല്ലോ, ഒരു ഇരുണ്ട ഭൂഖണ്ഡമാണത്. ആ ഇരുണ്ട ഭൂഖണ്ഡത്തിൻ്റെ തിന്മകളെ മുഴുവൻ ആവാഹിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിലാണ് അവർ അതിനെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തിന് തിന്മകളില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഭൂതകാലത്തിനുള്ളത് സമീപകാലത്തുള്ളതാണ്. കൊളോണിയൽ കാലത്ത് ഇന്ത്യയുടെ അവശേഷിക്കുന്ന ഭൂതകാല സംസ്കാരത്തിൻ്റെ നന്മകളെ മുഴുവനും വികൃതമാക്കുകയും അതിനെ തകർക്കുകയും എല്ലാം ചെയ്ത ഒരു കാലഘട്ടമാണ് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ പൊതുസ്വത്തായിരുന്ന ഭൂമിയെ കൊളോണിയൽ സ്വകാര്യ സ്വത്താക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. ഒരു ലാൻഡ് മാർക്കറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ സ്വത്തിൻ്റെ ഭൂമിയിൽ പണം നിക്ഷേപിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കച്ചവടച്ചരക്കാക്കി ഭൂമിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മണ്ണിനെ അവരാണ് മാറ്റിയെടുത്തത്. ഇതോടുകൂടി ഇന്ത്യൻ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും തകരുകയാണ് ചെയ്തത്. ഇന്ത്യൻ ജീവിതം പല പല മതങ്ങളും ജാതികളും ഒക്കെ ഇഴചേർന്ന് ഊടും പാവും പോലെ ഇഴചേർന്ന് നിന്നിരുന്ന ആ ഘടനയെയൊക്കെ അവർ ശിഥിലമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ അങ്ങനെ ശിഥിലമാക്കിയതിന് ശേഷം അവർ ചെയ്തതെന്താണ്? അവരുടെ ദല്ലാളന്മാരായിട്ട് നിൽക്കുന്ന കരം പിരിക്കുന്നതിനും അതുപോലെ ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ മുഴുവനും അടിച്ചമർത്തുന്നതിനും കോളനിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ അധികാരം സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വർഗത്തെ അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഒരു നവസവർണ വിഭാഗത്തെ അവർ പഴയ സവർണരിൽ നിന്ന് ഒരു പുതിയ സവർണ വിഭാഗത്തെ അവർ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ഥിതി ഇന്ത്യക്ക് വന്നു ചേരുന്നത്, അത് നമ്മളത് വിശദീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഭൂമിയുടെ പരിവർത്തനത്തോടുകൂടി, സ്വകാര്യ സ്വത്തിലേക്കുള്ള ഭൂമിയുടെ പരിവർത്തനത്തോടുകൂടി വന്നു ചേരുന്ന ജീവിതത്തിൻ്റെ തകർച്ച, പുതിയ ചൂഷക വർഗങ്ങൾ എന്ന് പറയുന്നത് ജമീന്ദാരി സിസ്റ്റം, ജന്മിത്തം, നാടുവാഴിത്തം, പുതിയ നാടുവാഴിത്തം, ഇതൊക്കെ പുതിയ കൊളോണിയൽ രൂപത്തിൽ ആവിർഭവിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പണ്ട് മുതലേ ആദ്യകാലം മുതൽക്ക് ഇന്ത്യയിലുള്ളതാണെന്ന് തോന്നും ഈ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്ത്യ തിന്മയുടെയും ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഒരു പ്രാകൃത രാജ്യമാണെന്ന് പറയാനൊരു പ്രയാസവുമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീരുന്ന വളരെയധികം തിന്മകൾ കേന്ദ്രീകരിച്ച ഒരു ഘട്ടം ഇന്ത്യാ ചരിത്രത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ നവസവർണത, ഈ പറഞ്ഞ പുതിയ ജന്മിത്തം, ഭൂവുടമ, പുതിയ അടിച്ചമർത്തൽ, ഇതൊക്കെ വരുന്നതോടുകൂടി അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ RSS അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദം രൂപപ്പെടുന്നത്. അതിനെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അതല്ലാതെ പൗരാണികമായ ഇന്ത്യയെ അല്ല അവർ പ്രതിനിധാനം ചെയ്യുന്നത്. പൗരാണികമായ ഇന്ത്യക്ക് എല്ലാ വർഗസമൂഹങ്ങളിലും എന്ന പോലെ ഹെയറാർക്കി, ഉച്ചനീചത്വങ്ങളുണ്ടാവും, ചൂഷണങ്ങളുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഭൂമി പൊതുസ്വത്തായിരുന്ന ഒരു കാലഘട്ടത്തിലേതുപോലെ അല്ല ഭൂമി സ്വകാര്യ സ്വത്തായി മാറിക്കഴിഞ്ഞാലുള്ള പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിന് ശേഷം
ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസിന് ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നടത്തിയതിൻ്റെ പേരിൽ പിന്നീട് മാർക്സ് തൻ്റെ ലേറ്റർ നോട്ട്ബുക്സുകളിൽ എഴുതുന്നത് റാസ്കൽ എന്നാണ് വിളിക്കുന്നത് ലോർഡ് കോൺവാലിസിനെ. കാരണം ഇന്ത്യയെ തകർത്ത മനുഷ്യൻ എന്നുള്ളതാണ്. അത് മാർക്സിസ്റ്റുകൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണ് ആ മാറ്റത്തെക്കുറിച്ച്. ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയെ എല്ലാ കാലത്തും ഈ വിധത്തിൽ ജന്മികളുടെയും സെമീന്ദാരന്മാരുടെയും നവസവർണന്മാരുടെയും അടിച്ചമർത്തലിന് മാത്രം വിധേയമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നുവെന്നും ആ വിധത്തിൽ ഒരു പ്രാകൃത രാജ്യമായിരുന്നു എന്നുമാണ്. വാസ്തവത്തിൽ 1793 ശേഷം മാത്രമാണ് ഈ പറഞ്ഞ ഒരു സ്ഥിതിവിശേഷം വരുന്നത്, ഒരു പുതിയ ദല്ലാൾ മുതലാളിമാർ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഈ ഫ്യൂഡൽ എന്നൊക്കെ പറയുന്ന അവരെപ്പറ്റി ഫ്യൂഡൽ അതുപോലെ നാടുവാഴി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും കൊളോണിയൽ മുതലാളിത്തം സൃഷ്ടിച്ച ഒരു സാധനമാണത്. അതിന് നമ്മൾ ഒരു ഘട്ടവാദപരമായിട്ട് ഒരു സ്റ്റേജിസ്റ്റ് രീതിയിൽ യൂറോപ്യൻ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന യൂറോപ്യൻ ചരിത്രത്തിൻ്റെ മാതൃകയിലേക്ക് ഇന്ത്യ ചരിത്രത്തെ വാർത്തെടുക്കുന്നതിനാണ് ഇന്ത്യയിൽ ചരിത്രം എഴുതിയ എല്ലാ പുരോഗമന ചരിത്രകാരന്മാരും ശ്രമിച്ചിട്ടുള്ളത്. അതിലൊരാളും വ്യത്യസ്തമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് രണജിത് ഗുഹയെയും പാർത്ഥാചാര്യജിയെയും ഒക്കെ പോലുള്ള ആളുകൾ മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ ലോർഡ് കോൺവാലിസ് നടപ്പിലാക്കിയ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ കുറിച്ച് തന്നെ യഥാർത്ഥത്തിൽ വിശദമായൊരു പഠനം ഞാൻ ഈ പറഞ്ഞ തരത്തിലൊരു പഠനം നടത്തിയിട്ടുള്ളത് രണജിത് ഗുഹയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പുരോഗമന ചിന്താഗതിക്കാർ മുഴുവനും ഇന്ത്യ മുഴുവനും ഒരു പ്രാകൃത രാജ്യമായിരുന്നു എന്നും ആ പ്രാകൃതത്വത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളാണ് BJPക്കാരെന്നും പറയുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരെന്ത് ചെയ്യും? അവരെങ്ങോട്ട് പോകും? പിന്നെ ഈ യൂറോപ്യൻ മാതൃകയിലേക്ക് പോകാൻ അവർക്ക് യൂറോപ്പിൽ പോകാൻ പറ്റില്ല. അതാണ് അവർക്ക് പിന്നെ മാർഗങ്ങളില്ല. സ്വന്തം രാജ്യം ഇങ്ങനെയാണെന്ന് സ്വന്തം രാജ്യക്കാർ തന്നെ വിധി എഴുതി കഴിയുമ്പോൾ അവർക്ക് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കപടകാമുകന്മാരുടെ കൂടെ പോകേണ്ടതായിട്ട് വരും. ഇതാണ് പ്രശ്നം. ഇത് ഇന്ത്യൻ ജനതയുടെ വൈകാരികമായ ഭാവാത്മകമായ അവരുടെ ജീവിതത്തിൻ്റെ ഘടകങ്ങളെ ആകർഷിക്കുന്നതിനും സ്വാതന്ത്ര്യമാണെന്ന് കരുതി പാരതന്ത്ര്യത്തിന് വിധേയരാകുന്നതിനും ഇടയാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, നമ്മളിപ്പോൾ വളരെ കാലമായിട്ട് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ കേന്ദ്രിതമായ, അതിപ്പോൾ എത്ര പുരോഗമനവാദമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് നമ്മളവിടെ വർഗസങ്കല്പം പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്സിസം പ്രയോഗിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. അത് പ്രയോഗിക്കുന്നതിൻ്റെ സവിശേഷ രൂപത്തിലാണ് പ്രയോഗിക്കേണ്ടത്. അതിന് കഴിഞ്ഞിട്ടില്ല നമുക്ക്. ആ ഒരു പരാജയം ഇന്ത്യയിലെ സാമാന്യ ജനതയെ ഈ പറഞ്ഞ ദുഷ്ടശക്തികളിലേക്ക് ആകർഷിക്കുന്നതിനും അടുപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന് തുടക്കമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ നിർവികാരതയിൽ നിന്ന് നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അഫക്റ്റീവ് ടേണിലേക്ക് കടക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഹേബർമാസൊക്കെ പറ്റി മറ്റും പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ പൊതുമണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളാണ്, ആശയപരമായ പ്രശ്നങ്ങളാണ്. അതുപോലെ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്നും വൈകാരിക ജീവിതത്തിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു പൊതുമണ്ഡലം എന്ന അർത്ഥത്തിലാണ് ലിബറൽ രാഷ്ട്രീയം അതിൻ്റെ രാഷ്ട്രീയ വേദിയെ കണക്കാക്കുന്നത്. പക്ഷേ നമ്മളൊരു അഫക്റ്റീവ് ടേൺ എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിലൊരു വൈകാരിക തലത്തിലേക്കുള്ള മാറ്റം മാത്രമല്ല. അഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രാകൃതമായ അവസ്ഥയാണ് എന്നുള്ളത് മനുഷ്യനെയും പ്രകൃതിയെയും വേർതിരിക്കുന്നതിൻ്റെ പഴയ സങ്കല്പമാണ്. പരിഷ്കൃത മനുഷ്യനെയും പ്രാകൃത മനുഷ്യനെയും വേർതിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ പ്രാകൃതമായ വൈകാരികാവസ്ഥ എന്നൊക്കെ പറയുന്ന പഴയ ഒരു വേർതിരിവിൻ്റെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ അഫക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനൊരു വൈകാരിക തലമല്ല അത്. അഫക്റ്റ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ശക്തിയെക്കുറിച്ചാണ്. വികാരവും ഭാവനയും ചേർന്നതാണ്. ഭാവന എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളിനെ നമ്മൾ ഭാവന ചെയ്യുന്നു
എന്നുള്ളതാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവരനെ ഭാവന ചെയ്യാനുള്ള ശക്തിയാണ്. അങ്ങനെ പരസ്പരം ഭാവന ചെയ്യുന്നതിലൂടെയാണ് നമ്മളൊരു സാമൂഹിക ജീവിയാവുന്നത് തന്നെ. ആ ഭാവനയുടെ തലം എന്ന് പറയുന്നത് വൈകാരികമാണ്. അതാണ് വികാരവും ഭാവനയും ചേർന്ന ഒരു ശക്തിയാണ്. അതൊരു ശരീരവും മനസ്സും ചേർന്നതാണ്. മനോശാരീരിക ബന്ധത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഭാവബന്ധം എന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഭാവശക്തി എന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഴയ തരത്തിലുള്ള വികാരം, വിചാരം, യുക്തി, ഭാവന എന്ന് പറയുന്ന ഡൈക്കോട്ടമി എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അഫക്റ്റീവ് ടേൺ ഓഫ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നം ഇത് നമ്മൾ പറയുന്ന സെക്കുലറിസത്തെക്കുറിച്ചുള്ള മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ആ ഒരു ആശയം, അത് പ്രധാനമായിട്ടും ലിബറൽ പൊളിറ്റിക്സ് ആവിഷ്കരിക്കുന്ന മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ഒരാശയം വളരെ പ്രതിസന്ധികളിലേക്ക് കടക്കുന്നത് കാണാം. അല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നവൽകൃതമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിലെ 99% മനുഷ്യരും ജീവിക്കുന്നത് സമുദായങ്ങളിലാണ്. വിവിധ സമുദായങ്ങൾ, മതജാതി സമുദായങ്ങളിലാണ്. ഈ സാമുദായികതയ്ക്ക് നേരെ പൂർണ്ണമായി കണ്ണടച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ഭാവാത്മക ലോകം അവിടെയാണ്. അവർ പരസ്പരം ഭാവന ചെയ്യുന്നത് അവിടെയാണ്. അവരുടെ ഭാവനകളും വികാരങ്ങളും പ്രവർത്തിക്കുന്നത് അവിടെയാണ്. അതിനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആശയതലത്തിലേക്ക്, അമൂർത്താശയതലത്തിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നതിൽ ഒരു വലിയ കാപട്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും, യൂറോപ്പിൽ അപ്പോൾ അങ്ങനെയല്ലേ? യൂറോപ്പിൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ അവിടെയാണ് യൂറോപ്പിൽ അവർ മതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയപ്പോൾ, അവർ സെക്കുലറിസം കൊണ്ടുവന്നപ്പോൾ സെക്കുലറിസത്തിന് തന്നെ ഒരു ധാർമ്മികാടിസ്ഥാനം അവിടെ കൊണ്ടുവന്നു. അതാണ് നമ്മൾ കാന്റിൻ്റെയും മറ്റൊക്കെ ഫിലോസഫിയിൽ കാണുന്നത്. മോറൽ വേൾഡിനെ കുറിച്ചുള്ള വലിയ പരിഗണനയാണ്. രാഷ്ട്രീയ പൊതുമണ്ഡലത്തിന് അവർ കൽപ്പിച്ചതുപോലെ തന്നെ മോറൽ വേൾഡിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം കാന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മോറൽ വേൾഡിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ അതിനെ ഒരു നിർവികാരതയുടെ തലം മാത്രമായി, സ്വകാര്യതയെയും പൊതുക്കാര്യത്തെയും വേർതിരുത്തുന്ന ഒരു കാര്യമായി മാത്രമല്ല കാണേണ്ടത്. എന്നുവെച്ചാൽ സെക്കുലറിസത്തിന് ഒരു ധാർമ്മികമായ ഉള്ളടക്കം വേണമെന്നർത്ഥം. വെസ്റ്റിൽ അതുണ്ട്. അത് നമുക്ക് വിശദമായ ചർച്ച കൊണ്ട് മാത്രമേ വ്യക്തമാക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇന്ത്യൻ ലിബറൽ രാഷ്ട്രീയത്തിന് ഒരിക്കലും അങ്ങനെ മതനിരപേക്ഷതയ്ക്ക് ഒരു ധാർമ്മികമായ ഉള്ളടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം 90% ആളുകളും ജീവിക്കുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ഗോത്രത്തിൻ്റെയോ ഒക്കെ സാമൂഹികതയിലാണ്. അതിനെയാണ് നമ്മൾ സാമുദായികത എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിറ്റേറിയൻ ലൈഫ് എന്ന് പറയുന്നത് ഇതിലാണ് ജീവിക്കുന്നത്. അപ്പോഴവിടെ വേണ്ടിവരുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ സെക്കുലറിസത്തിൽ മുറുകെ പിടിക്കുന്നവർ തന്നെ, സെക്കുലറിസം തള്ളിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത്, അതിന് ധാർമ്മികമായ ഉള്ളടക്കം വേണമെന്നാണ്. പക്ഷേ അത് കൊണ്ടുവരാത്തിടത്തോളം കാലം സംഭവിക്കുന്നത്, ഇന്ത്യയിൽ സംഭവിക്കുന്നത് നമുക്കറിയാം, സമുദായങ്ങളായി തന്നെ നിലനിൽക്കുന്നു. അതേസമയം സെക്കുലറിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന എല്ലാ പാർട്ടികളും ഈ സമുദായങ്ങളുടെ പിൻവാതിലിലൂടെ അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. കാരണം സാമുദായിക ജീവിതം രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്നുള്ള പറയുന്നതാണല്ലോ സെക്കുലറിസം. പക്ഷേ എല്ലാ പാർട്ടികളും, ഇടതുപക്ഷ പാർട്ടികൾ പോലും സമുദായം നോക്കാതെ, മതം നോക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് സാധ്യമല്ലാതെ വരികയാണ്. പിന്നെ ലിബറൽ പാർട്ടികൾക്കും മറ്റു പാർട്ടികൾക്കും പിന്നെ അത് പറയേണ്ട കാര്യം തന്നെയില്ല. അവരെല്ലാ കാലത്തും വൻതോതിൽ സമുദായങ്ങളുടെ പിൻവാതിലിലൂടെ ഉള്ളിക്കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ അത് ഈ സമുദായങ്ങളുടെ പിൻവാതിലിലൂടെ കടന്ന് അവർ പറയുന്ന സെക്കുലറിസത്തെ അട്ടിമറിച്ച ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം പോലും. നമുക്കറിയാം, ഷാബാനു കേസിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഷാബാനു
കോടതി അവർ ആ വിധി റദ്ദാക്കാൻ വേണ്ടിയിട്ട്, ജീവനാംശം സ്ത്രീക്ക് കിട്ടുന്ന വിധി റദ്ദാക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ബില്ല് വരെ കൊണ്ടുവന്നു സമുദായ സേവനത്തിന് വേണ്ടി. അതിന് പ്രതിവിധി എന്ന നിലയിലാണ് അവർ ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത്. ഇതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് സെക്കുലറിസം? സെക്കുലറിസത്തിൻ്റെ ധാർമ്മികതയ്ക്ക് പകരം ഇന്ത്യൻ സെക്കുലറിസത്തിന് അധാർമികമായ ഉള്ളടക്കമാണ് അവർ കൊണ്ടുവരുന്നത്. അവിടെ ഈ അധാർമികമായ ഉള്ളടക്കം സെക്കുലറിസത്തിന് എല്ലാ പാർട്ടികളും പിൻവാതിലിലൂടെ പ്രവേശിക്കുന്നതിലൂടെ കൊണ്ടുവരുന്നതിലൂടെ അവരെ വോട്ട് ബാങ്ക്സ് ആക്കി മാറ്റുന്നു. അതാണ് വോട്ട് ബാങ്ക്സ് ആക്കി മാറ്റുമ്പോൾ ഈ സമുദായങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ സമുദായങ്ങളെ, സാമുദായിക ജീവിതത്തെ സെക്കുലർ പാർട്ടികൾ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ ദുഷിപ്പിക്കൽ എന്ന് പറയുന്നത് അവരെ സമുദായങ്ങളെ ബാർഗൈനിങ് പവറുള്ളവരാക്കി മാറ്റും. അതാണ് എല്ലാ ജാതികളെയും സമുദായങ്ങളെയും, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാ ജാതികളെയും സമുദായങ്ങളെയും തെരഞ്ഞെടുപ്പുകളിലെ ബാർഗൈനിങ് എലമെൻസാക്കി, ബാർഗൈനിങ് പവർ ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ദൂഷണം നടക്കുന്നത്. ഇതിലൂടെ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സമുദായം എന്നതിന് കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറയുന്ന നല്ല ഒരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, ഈ സാമുദായികത വർഗീയതയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പിൻവാതിലിലൂടെയുള്ള ഇടപെടലിലൂടെ ദുഷിപ്പിക്കപ്പെടുന്ന സാമുദായികതയാണ് വർഗീയതയായി, കമ്മ്യൂണലിസമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യൻ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറൊരു കോണ്ടസ്റ്റിലാണ്. ഇതിൻ്റെ പരാജയമാണ് നമ്മൾ കാണുന്നത്, ആ വർഗീയതയായിട്ട് പരിണമിക്കുന്നത് എന്നുള്ളത്. ഈ വർഗീയതയായിട്ട് പരിണമിച്ചാൽ ഇവരെ പിൻവാതിലിലൂടെ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ സമുദായങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശക്തി ആയി, ഒരു ബാർഗൈനിങ് പവറായി മാറിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരു സാമുദായിക ശക്തി എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്ന വരുന്നു. എന്തിനാ അവർ പിൻവാതിൽ തുറന്നു വയ്ക്കുന്നു പിന്നെ പൊതുമണ്ഡലത്തിലേക്ക്. ഇതാണ് ഇങ്ങനെ പൊതുമണ്ഡലത്തിലേക്ക് തുറന്നു വയ്ക്കപ്പെട്ട സമുദായത്തിൻ്റെ പിൻപുറമാണ് നമ്മൾ കാണുന്ന ഹിന്ദു വർഗീയത എന്ന് പറയുന്നത്. പൊതുമണ്ഡലത്തെ അവർ അവരുടെ പിൻപുറം കൊണ്ട് കീഴടക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പരിവർത്തനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ആ അഫക്റ്റീവ് പൊളിറ്റിക്കൽ വേൾഡിൻ്റെ മാനിപ്പുലേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ 70 വർഷമായി ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ ഭാവാത്മക മണ്ഡലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവർ തന്നെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് അവർ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അതാണ്, അവർ തന്നെ കീഴടക്കാൻ തുടങ്ങി. ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഈ ഭാവാത്മകമായിട്ട് ആ പ്രശ്നത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ തന്നെ അന്തർഭവിച്ചിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ സമുദായം, ഇന്ത്യയിലെ സമുദായങ്ങളെ തന്നെ നമ്മൾ ആദ്യം ഇംഗ്ലീഷുകാരാണ് ഇതിനെ ഒരുതരം ഐഡൻറ്റിറ്റീസ് ആക്കി മാറ്റിയത്. അവരുടെ വെസ്റ്റേൺ ആന്ത്രപ്പോളജി കൊണ്ടുവന്നിട്ട് ഒരു തരം ഐഡൻറ്റിറ്റീസായിട്ട് മുറിച്ച് മാറ്റിയത്. അതിനു മുമ്പ് വേറൊരു തരം ബന്ധമാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആ ബന്ധങ്ങളെക്കുറിച്ച്. അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതലായിട്ട് പരിശോധിക്കപ്പെടാനുള്ള ഉപകരണങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരുതരം ആണ് സ്വത്വങ്ങൾ. അതിന് സ്വത്വത്തിന് വാതിലോ ജനലുകളോ ഇല്ല, ഒരു അടഞ്ഞ ലോകമാണ്. അടഞ്ഞ ലോകമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അത് അവരുടെ ആവശ്യമായിരുന്നു. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലും ഇത്തരം സ്വത്വങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഈ ശക്തികളെ ഇതിനെ ഒരു അധോലോകമായി ഉപയോഗിക്കുന്നതിന്, മനുഷ്യൻ്റെ ഈ ഭാവാത്മ ലോകത്തെ ഒരു അധോലോക രാഷ്ട്രീയ ശക്തിയാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഒരു അടഞ്ഞ ലോകമായി പരസ്പരം മല്ലടിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്തെ നമ്മൾ ആ ഒരു സാമുദായിക ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ യുക്തി ഇതല്ല, അതിൻ്റെ ബന്ധങ്ങൾ ഇതല്ല. അതിനിപ്പോൾ നമ്മളൊരു
ഇപ്പോഴത്തെ സമകാലീന തത്വശാസ്ത്രത്തിൽ ഫിലോസഫിയിൽ നിന്ന് നമ്മളൊരു വാക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വാക്കല്ല സമുദായത്തിൻ്റെത്, സിംഗുലാരിറ്റി എന്ന വാക്കാണ്. ഇപ്പോൾ ദലേസിൻ്റെയും നെഗ്രിയുടെയും ഒക്കെ ഫിലോസഫിയിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രബലമായിട്ടുള്ളൊരു പദമാണത്. ഐഡൻറ്റിറ്റിക്ക് പകരം സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു പരികല്പന. സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ അത് അടഞ്ഞ ലോകമല്ല, അതേസമയം അനന്യമായ സ്വത്വം അതിനുണ്ട്, അതേസമയം ആന്തരികമായ ഭിന്നതകളെ ഉൾക്കൊള്ളാൻ പറ്റും, അതുപോലെ ബാഹ്യ ഭിന്നതകളെയും ഉൾക്കൊള്ളാൻ പറ്റും, ഡിഫറൻസിനെ അംഗീകരിക്കാൻ പറ്റും. പക്ഷേ പഴയ കാലത്തെ യൂറോപ്യൻ ഫിലോസഫിയുടെ സ്വഭാവമാണ് വ്യതിയാനവും സ്വത്വവും പരസ്പരം വികർഷിക്കുന്നത് പോലെ വിപരീതങ്ങളായിരിക്കുന്നത്, ഡിഫറൻസും ഐഡൻറ്റിറ്റിയും വിപരീതങ്ങളായിരിക്കുന്നത്. അതേസമയം സിംഗുലാരിറ്റിയിൽ ഡിഫറൻസും ഐഡൻറ്റിറ്റിയും വിപരീതങ്ങളല്ല, വ്യത്യസ്തതകളിലൂടെയാണ് ഒന്നിൻ്റെ സ്വത്വം ആർജിക്കുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഒരു ഭിന്നസ്വത്വം എന്ന് പറയാം അതിന്, അല്ലെങ്കിൽ അനന്യസ്വത്വം, അനന്യമായിട്ടുള്ള ഒന്നിനെ അനന്യ ഭിന്നത എന്ന് പറയാം. ഭിന്നതയും അനന്യതയും കൂടെ ചേർന്നതാണത്. കാരണം പരസ്പര ലോകത്തോടത് ബന്ധപ്പെടുമ്പോൾ തന്നെ, വൈവിധ്യങ്ങളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് അതിൻ്റേതായൊരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ പറ്റുകയും ചെയ്യും. ഈ വിധത്തിൽ ഒരു വ്യത്യസ്തമായ ബന്ധത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും, വ്യത്യസ്തതയുടെയും സ്വത്വത്തിൻ്റേതുമായ ലോകങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പരികല്പനയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ആ വിധത്തിലെ സമുദായങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് അതിന് നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള സാമുദായികതയെ മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഇന്ത്യൻ ജനജീവിതത്തെ, സാമുദായികതയെ ഇങ്ങനെ പോസിറ്റീവായി മനസ്സിലാക്കാൻ പറ്റാത്തിടത്തോളം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സാമുദായികത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമുദായികത എന്ന് പറയുന്നത് വർഗീയതയല്ല, വർഗീയതയായി അത് ഞാൻ വിവരിച്ചതുപോലെ ദുഷിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാനുള്ളത്, ഈ ഇന്ത്യൻ സാമുദായികതയെ അതിൻ്റെ സിംഗുലാരിറ്റിയിൽ മനസ്സിലാക്കാൻ ഇന്ത്യയിൽ തന്നെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗാന്ധിയുടെ ശ്രമം അതായിരുന്നു. ഗാന്ധി സമുദായങ്ങളുടെ ഭാവാത്മക ലോകത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ല ശ്രമിച്ചത്, അതിനെ സിംഗുലാരിറ്റീസ് ആയിട്ട് മനസ്സിലാക്കാനാണ്, പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാനാണ്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് ഭഗവത്ഗീതയുടെ മുകളിൽ ഖുറാൻ എടുത്ത് വെക്കുന്നതിൽ മടി ഇല്ലാതെ വരുന്നത്, തൻ്റെ പ്രാർത്ഥനായോഗത്തിൽ ഏത് മതത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ട് വരുന്നത്. അത് വെറും ഒരു ചടങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ഒരു അഫക്റ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ ധാരണയാണ്. അതിന് ഒരു ബദൽ ആധുനിക ധാരണയാണ്. കാരണം വെസ്റ്റേൺ മോഡേണിറ്റിയുടെ ഒരു ആൾട്ടർനേറ്റീവിലൂടെ, ബദൽ മാർഗങ്ങളിലൂടെകളാണ്. അതുപോലെ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ സാമുദായികതയെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ട ആളാണ്, ഒരു വ്യക്തിയാണ്, ഒരു ചിന്തകനാണ്. ആ അർത്ഥത്തിൽ സാമുദായികതയെ ഒരു അടഞ്ഞ ലോകമല്ല. ഈഴവ സമുദായം എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അത് മനുഷ്യ സമുദായമാണെന്നും കൂടെ ചേർത്ത് പറഞ്ഞു. ഉദയകുമാറിനെ പോലുള്ള ചിന്തകരൊക്കെ അത് കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ സമുദായം എന്ന സങ്കല്പത്തെക്കുറിച്ച്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഈ കമ്മ്യൂണിറ്റി എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ വിട്ട് നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയും. ഗാന്ധിയെയും നാരായണ ഗുരുവിനെയും ഒക്കെ ഈ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ധനാത്മകമായ വശത്തോട് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇന്ത്യൻ സെക്കുലറിസം ഇതിൻ ഇൻവെർട്ടഡ് കോമ, ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു ധാർമ്മികമായ ഉള്ളടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, കാൻഡി യൂറോപ്പിൽ ചെയ്തതുപോലെ. അപ്പോൾ ധാർമ്മികമായ ഉള്ളടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നാം സാമുദായികതയ്ക്ക്, അതിൻ്റെ ഭാവാത്മക ലോകത്തിന് രാഷ്ട്രീയമായ പ്രസക്തി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഇത്രയും കാലം ഇവിടെ പ്രത്യേകിച്ചും ലിബറൽ രാഷ്ട്രീയം ആധിപത്യം പുലർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ അതിനെ അവഗണിക്കുകയും അതിൻ്റെ അവഗണിക്കുന്നതിൻ്റെ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയുമാണ് നാം ചെയ്തത്. അതാണിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളങ്ങനെ സാമുദായികതയെ മനസ്സിലാക്കുമ്പോൾ, സാമുദായികതയെ വർഗീയതയിൽ നിന്ന്, കമ്മ്യൂണിറ്റേറിയൻ ജീവിതത്തെ കമ്മ്യൂണലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ
പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യയിൽ നടന്ന സമരം തുടങ്ങിയപ്പോൾ തന്നെ നരേന്ദ്രമോദി പറയുകയുണ്ടായി, സമരം ചെയ്യുന്നത് ആരാണെന്ന് വേഷം കണ്ടാൽ അറിയാം എന്ന് പറയും. അതാണ് വേഷം. നമ്മൾ തിരിച്ചു പറയേണ്ടത് വാസ്തവത്തിൽ അതെ, അത് ഞങ്ങളുടെ വേഷം തന്നെയാണ് എന്ന് പറയാം. ആ വേഷത്തിൽ നമ്മൾ ഒരു കുറ്റബോധം അനുഭവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാമുദായികമായ ധനാത്മക ശക്തികളെ പ്രകടിപ്പിക്കുന്ന വേഷങ്ങളാണ് നാം ധരിക്കുക എന്ന അർത്ഥത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അല്ലാതെ ഈ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ പിൻവാതിലിലൂടെ കടന്നു വരുന്ന ആ ഒരു കുറ്റബോധം സമുദായങ്ങൾ അനുഭവിക്കേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. ഇവിടെയാണ് ഈ സന്ധിയിൽ നമ്മൾ എത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ ഘട്ടം എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നാം എത്തുകയാണ്. സാമുദായികതയെ ഈ വിധത്തിൽ അഫർമേറ്റീവായിട്ട് അതിൻ്റെ രാഷ്ട്രീയമായ ശക്തികളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നമുക്ക് ഈ ബദൽ രാഷ്ട്രീയം എന്ന ആശയത്തിലേക്ക് യഥാർത്ഥത്തിൽ കടക്കാൻ പറ്റും. കാരണം അധികാരത്തെ, ഭരണകൂടാധികാരത്തിന് ബദലായ ജനങ്ങളുടെ അധികാരം എന്നത് ജനജീവിതത്തിൻ്റെ അധികാരമാണ്, അവരുടെ സ്വാധികാരമാണ്. ഭരണകൂടാധികാരം മുകളിൽ നിന്ന് ഭരിക്കാനുള്ള അധികാരമാണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള അധികാരമാണ് ജനങ്ങളുടെ അധികാരം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ അധികാരത്തെക്കുറിച്ചുള്ള രണ്ട് തരം സങ്കല്പങ്ങൾ വരുന്നത്. കാരണം ചെറുത്തുനിൽപ്പിൻ്റെ പ്രൈമസിയിൽ നിന്ന്, പ്രൈമസി ഓഫ് ദി പവർ ഓഫ് റെസിസ്റ്റൻസ്, ചെറുത്തു നിൽക്കുന്ന അധികാരത്തിൻ്റെ പ്രാഥമ്യം, അതിൽ നിന്നാണ് അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വരുന്ന രണ്ടാമത് വരുന്ന അധികാരം മാത്രമാണ് ഭരണകൂടാധികാരം എന്ന ഒരു ധാരണ നമ്മൾ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രണ്ട് തരം അധികാരങ്ങളും, ഭരണകൂടത്തിൻ്റെ അധികാരവും ജനങ്ങളുടെ അധികാരവും അഥവാ സമുദായങ്ങളുടെ അധികാരവും വ്യത്യസ്തമായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതെങ്ങനെ? ഒരെണ്ണം മുകളിൽ നിന്നുള്ള അധികാരം ഭരിക്കാനുള്ള അധികാരമാണെങ്കിൽ ജനങ്ങളുടെ അധികാരം പരസ്പരം ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന അധികാരമാണ്. അവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു അഫക്റ്റീവ് പവർ കാണുന്നത്. അല്ലാതെ വേറെ ഉപകരണമൊന്നുമില്ല. ജനങ്ങളുടെ അധികാരമെന്ന് പറയുന്നത് അവരുടെ പരസ്പര സ്നേഹത്തിൽ നിന്നുള്ള അധികാരമാണ്. അവിടെയാണ് സ്നേഹം ഒരു രാഷ്ട്രീയ ഗണമായി മാറുന്നത്. അവിടെയാണ് അത് അഫക്റ്റീവ് പൊളിറ്റിക്സ് ആയിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഓരോരുത്തരും പരസ്പരം ഭാവന ചെയ്യുമ്പോൾ, ഓരോ മനുഷ്യരും അനേകരായി മാറുമ്പോൾ, അനേകരുടെ ശക്തികൾ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണത്. അവിടെയാണ്, ആ ഭാവനയിലൂടെയാണ് അവർ പരസംക്രമണത്തിൽ ഏർപ്പെടുന്നത്. അത് ബിക്കമിങ്ങിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ നോക്കി നിൽക്കെ ജനങ്ങൾ തന്നെ അവരുടെ രാഷ്ട്രീയാധികാരം ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങൾ തന്നെ മറ്റു പ്രതിനിധികളുടെ ആവശ്യം കൂടാതെ അവർ തന്നെ സ്വയം പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ഒരു പ്രതിഭാസം നമ്മൾ ഈ നൂറ്റാണ്ടിൽ കാണുകയുണ്ടായി. അത് 2011 ഓക്യുപ്പൈ സമരങ്ങൾ, അതായത് ഉപരോധ സമരങ്ങൾ എന്നുള്ളത്, കുടിപാർപ്പ് ഉപരോധ സമരങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ആ കുടിപാർപ്പ് ഉപരോധ സമരങ്ങൾ നാം കണ്ടത് ഇപ്പോൾ മധ്യപൗരസ്ത്യ ദേശത്തും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ തുടങ്ങി 2011 അത് യൂറോപ്പ് ആകെ വ്യാപിച്ച് അമേരിക്കയിൽ വാൾ സ്ട്രീറ്റിൽ വരെ എത്തിയത്. അവിടെ വെച്ചാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്നും ഉണ്ടാകുന്നത്. ലോകത്തിലെ സഹസ്ര കോടീശ്വരന്മാരെ നോക്കിക്കൊണ്ട് 1% നിങ്ങളും 99% ഞങ്ങളും എന്ന ഈ നൂറ്റാണ്ടിലെ പുതിയ വിഭജനത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യം ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ഈ കുടിപാർപ്പ് ഉപരോധ സമരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെയുള്ള പൊതുമണ്ഡല സ്വകാര്യ മണ്ഡലം, പൊതുമണ്ഡലം, ഈ വിഭജനത്തെ ഈ രാഷ്ട്രീയം മറികടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്നു. പൊതുമണ്ഡലവും രാഷ്ട്രീയ മണ്ഡലവും തമ്മിലുള്ള അന്തരമില്ലാതാകും.
സ്വകാര്യ ജീവിതവും പൊതുജീവിതവും തമ്മിലുള്ള അന്തരമില്ലാതാവുന്നു. പ്രതിനിധാനവും രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാന സ്വഭാവം പോയിട്ട് അവർ സ്വന്തം പ്രതിനിധികളായിട്ട് മാറുന്നു. പൊതുജീവിതത്തിൻ്റെ നിർവികാരതയും സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാവാത്മകതയും തമ്മിലുള്ള വിഭജനം ഇല്ലാതാവുന്നു. ഈ വിധത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി തന്നെ ജനങ്ങൾ ജനാധിപത്യപരമായി പരിണമിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ അതിൽ കാണുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിലൊരു ഒട്ടേറെ ഘടകങ്ങൾ, കാരണം മനുഷ്യനെ ഒരേ സമയം സ്വകാര്യ ജീവിതത്തെ പ്രാകൃതമായി കാണുന്നത്, മനുഷ്യൻ്റെ പരിഷ്കൃത ജീവിതവും സ്വകാര്യ ജീവിതവും തമ്മിൽ പ്രാകൃതവും പരിഷ്കൃത ജീവിതവും തമ്മിലുള്ള വിഭജനമില്ലാതാവുന്നത്, ഇങ്ങനെ ആധുനിക പാശ്ചാത്യ രാഷ്ട്രീയത്തിൻ്റെ ദ്വന്ദ്വഘടനകളെ മിക്കവാറും എല്ലാറ്റിനെയും ഖണ്ഡിക്കുന്നതാണ് ഈ കുടിപാർപ്പ് ഉപരോധ സമരങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോഴത് അത് വേണ്ടത്ര വിശദീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു പ്രതിഭാസമാണ്. കാരണം 2011 അത് തുടങ്ങിയതിന് ശേഷം ലോകം മുഴുവനും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ലോക സാമ്രാജ്യത്വം, മൂലധന ശക്തികൾ വളരെയധികം യാഥാസ്ഥിതികമായ വഴിയിലേക്ക് മുന്നോട്ട് പോവുകയുണ്ടായി. അതിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലും കാണുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം യാഥാസ്ഥിതിക ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടങ്ങളെ കൊണ്ടുവന്നാണ് അതിനെ ചേർത്തതെന്ന് ആലോചിക്കണം. ഇവിടെ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യം, ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ട് ഇന്ത്യയിൽ ഈ പുതിയ സമരരൂപം ഉയർന്നു വന്നു എന്നുള്ളതാണ്. പൊതുമണ്ഡല സ്വകാര്യ മണ്ഡല വിഭജനമില്ലാത്ത, സ്വകാര്യ ജീവിതത്തിൻ്റെ മൂർത്തികളായി കണക്കാക്കപ്പെട്ട സ്ത്രീകൾ, സാമുദായിക ജീവിതത്തിൻ്റെ മൂർത്തികളായി കണക്കാക്കപ്പെട്ട സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ഷഹീൻ ബാഗിൽ കണ്ടത്. ഇന്ത്യയിൽ ആവിർഭവിച്ച ആ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ പഴയ ലിബറൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ മുഴുവൻ നോക്കി നിൽക്കെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് പറയാവുന്നത്, അവർ കയ്യിൽ ഏന്തിയിരുന്ന ചിത്രങ്ങളാണ്. മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ ഏന്തിക്കൊണ്ടാണ് അവർ സമരരംഗത്തേക്ക് വന്നത്. അതുപോലെ അതിന് ഈ ഷഹീൻ ബാഗ് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിദ്യാർത്ഥി സമരങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥി സമരത്തെയും നമ്മൾ ഈ പുതിയ ജനസഞ്ചയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ കാണും. കാരണം ലിബറൽ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാം നോക്കി നിൽക്കുകയാണ് ഇവർ ഈ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആണ് COVID-19 വരുന്നതും അതിനെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ സമരങ്ങളെ മുഴുവൻ അടിച്ചമർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആലോചിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ സമരരൂപങ്ങൾ ഇനി ഏത് രീതിയിലേക്ക് പരിണമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ആവിർഭവിച്ചു കഴിഞ്ഞ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ പുതിയ നാമ്പുകൾ പുതിയ ശക്തിയോടുകൂടി തന്നെ വളരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സംഭാഷണത്തിൽ ആദ്യം മുതൽക്ക് പറഞ്ഞ, ഇതുവരെ തുടർന്നു വന്ന രാഷ്ട്രീയ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നില്ലെങ്കിലും ആ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സമീപനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതോടൊപ്പം തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ സമരരൂപങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷേ ഇതൊരു അന്തിമ വിജയമാണെന്നോ അല്ലെങ്കിൽ ഇതാണ് അവസാനത്തെ സമരരൂപമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇത് ജനാധിപത്യമെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഭാസത്തിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്, ഒരു പരിണാമഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പരിണാമഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊരു സമരത്തിലാണ്, പരിണാമഘട്ടത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്ന ഒരു സന്ധിയിലാണ് നാം എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.